വൈറ്റ് കോളർ റേപ്പിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു 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 ആളാണിത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പം നമുക്കിടയിലും വൈറ്റ് കോളർ റേപ്പിസ്റ്റുകൾ ഉണ്ടാവണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഫ്ലോറുകളിൽ നിന്ന് ആക്രോശം ഉയരുക എന്നുള്ളതിനെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷെ വളരെ പെട്ടെന്ന് ഒരു അധ്യാപകനെതിരെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവരുടെ കുടുംബവും നിരന്തര സമ്മർദ്ദം ചെലുത്തിയിട്ട് നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തൊരു കേസിൽ വളരെ പെട്ടെന്ന് ഇതിനെ തീവ്രവാദവുമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ഇങ്ങനെയുള്ള സംഗതികളുമായിട്ട് കലർത്തി വെക്കുന്ന ഒരു സംഗതി അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ കോടതി അതൊന്നും പരിഗണിച്ചില്ല. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. കോടതി അതൊന്നും പരിഗണിച്ചില്ല. കോടതി എനിക്ക് തോന്നുന്നത് കുറ്റപത്രം, അതേപോലെ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ അതിന് മുഖവിലെടുത്തുകൊണ്ട് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അധ്യാപകൻ എന്നുള്ള നിലക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന് പറയുമ്പം അത് വലിയ ഉത്തരവാദിത്തമാണെന്ന പോലെ തന്നെ വലിയൊരു അധികാര കേന്ദ്രം കൂടി. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലോവർ ക്ലാസ്സുകളിലെ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു അധികാര കേന്ദ്രമാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു അധികാര കേന്ദ്രം, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അധികാരിയായി നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് എങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതെപ്പോഴും കോടതികൾ പരിഗണിക്കുമല്ലോ. അയാൾക്ക് എങ്ങനെയും സാഹചര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, സംഭവങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ചിന്തയെ, അവരുടെ മനസ്സിനെ, അവരുടെ ശരീരത്തെ എല്ലാറ്റിനെയും അവർക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു വൈറ്റ് കോളർ റേപ്പിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു 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 ആളാണിത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പം നമുക്കിടയിലും വൈറ്റ് കോളർ റേപ്പിസ്റ്റുകൾ ഉണ്ടാവണം, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഫ്ലോറുകളിൽ നിന്ന് ആക്രോശം ഉയരുക എന്നുള്ളതിനെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അങ്ങ് ഒരു ഗുരുതര സാഹചര്യമാണ്. LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവർ എന്താണ് അത്യധികം ആദരവോടുകൂടി കാണുന്ന അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അരുതായ്മ, അതെത്ര ചെറുതാകട്ടെ വലുതാവട്ടെ, അതനുഭവിച്ചു. ആ കുഞ്ഞിന് നീതി മേടിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ കുഞ്ഞിനോടൊപ്പം നിൽക്കുവാൻ നമ്മുടെ കോടതി നീതിന്യായ സംവിധാനം ഉയർന്നു വന്നു, രംഗത്ത് വന്നു എന്നുള്ളത് ആശ്വാസം ഉണ്ടാകുന്ന കാര്യമാണ്.